മലയൻകീഴ് ഇരട്ടക്കലുങ്ക് മാമ്പഴച്ചിറക്കുളത്തിൽ ലോറി മറിഞ്ഞ സംഭവത്തിൽ അഴിമതിയുണ്ടെന്ന ആരോപണവുമായി കോൺഗ്രസ്. പ്രദേശത്ത് ഹാപ്പിനെസ് പാർക്കുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ അശാസ്ത്രീയമാണെന്ന് ലോറി വീണതോടെ ബോധ്യപ്പെട്ടതായി കോൺഗ്രസ് നേതാവ് മലയൻകീഴ് വേണുഗോപാൽ പറഞ്ഞു. എന്നാൽ നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്ന വാദം വാർഡ് മെമ്പർ തള്ളിക്കളഞ്ഞു. ഇന്നലെ വൈകിട്ടോടെയാണ് ലോഡുമായി എത്തിയ ലോറി വീണത്. അല്പസമയത്തിനകം ലോറി കുളത്തിലെ വെള്ളത്തിൽ നിന്ന് പുറത്തെടുക്കും. റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഹാപ്പിനെസ് പാർക്കിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമാണ് ഇവിടെ നടത്തിയിരുന്നത്. ഇവിടെ ഒരു അത്യാഹിതമുണ്ടായിരിക്കുന്നു. ഭാഗ്യം കൊണ്ട് ആളപായം ഉണ്ടായില്ല. ഈ റോഡ് ഈ അടുത്ത കാലത്ത് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചതാണ്. അതിൻ്റെ ഭിത്തികൾക്ക് മതിയായ ബലമുണ്ടായിരുന്നില്ലെന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. കോൺക്രീറ്റും അടിസ്ഥാനപരമായി ചെയ്യേണ്ട ഭിത്തി നിർമ്മാണമൊന്നും നടക്കാതെ അതിൻ്റെ മുകളിലാണ് ഈ റോഡിൻ്റെ പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇവിടെ വിശ്രമ സങ്കേതം വയോജനങ്ങൾക്ക് വേണ്ടി ഒരുക്കി അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ദിവസങ്ങളെ ആകുന്നുള്ളൂ. ഒരു വാഹനം, ഇതൊരു ലോഡ് വാഹനമാണ്. എന്നിരുന്നാലും അത് കടന്നു പോകുമ്പോൾ ഈ റോഡിൽ നിന്ന് ഇത്രയധികം വലിയൊരു അത്യാഹിതമുണ്ടായത് റോഡിൻ്റെ ബലക്ഷയം കൊണ്ട് മാത്രം, നിർമ്മിതിയിലുള്ള അപാകതയാണ്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇതുപോലുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇത് അന്വേഷണ വിധേയമാക്കണം. 15 ലക്ഷം രൂപ ഉപയോഗിച്ച് 18 ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ചതാണെങ്കിൽ അതിനുള്ള ഇതൊന്നും ഇവിടെ കാണുന്നില്ല. ഇത് അടിയന്തരമായിട്ട് ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം. ഇതിൻ്റെ പിന്നിൽ ക്രമക്കേടുണ്ട്. അതിന് അടിയന്തരമായിട്ട് എഞ്ചിനീയറിംഗ് വിഭാഗം അന്വേഷിച്ച് ബന്ധപ്പെട്ടവർ ഇവിടെ വന്ന് സ്പോട്ട് നോക്കി ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെങ്കിൽ അത് കർശനമായി നടപടി സ്വീകരിക്കണം. ഈ കുളത്തിൻ്റെ സൈഡ് കെട്ടെന്ന് പറയുന്നത് വെച്ചാൽ അത് നേരത്തെ ചെയ്തതാണ്. നമ്മുടെ ഇപ്പോഴത്തെ വർക്കെന്ന് പറയുന്നത് വെച്ചാൽ ഹാപ്പിനെസ് പാർക്കാണ് നമ്മുടെ വർക്ക്. പിന്നെ ഈ റോഡിനെ സംബന്ധിച്ച് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് തന്ന ഫണ്ട് ഉപയോഗിച്ചാണ് ഈ റോഡ് റീടാർ ചെയ്തത്. പിന്നെ പുല്ല് വളർന്ന് കുളത്തിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിലായിരുന്നു നമ്മുടെ ഈ കാട് പടർന്ന് കടന്നപ്പോഴത്തേക്ക് ഈ കുളം ഹാപ്പിനെസ് പാർക്ക് ചെയ്തപ്പോഴത്തേക്ക് കുളം കാണാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്ക് ആ പുല്ല് മാറ്റിയിട്ടാണ് ഇവിടെ ബാമ്പ് ചെയ്തത്. 5 സെൻറ്റിമീറ്റർ കണക്കാണ് ബാമ്പിൻ്റെ കണക്കെന്ന് പറയുന്നത്. അനുസരിച്ച് നോക്കുകയെന്ന് വെച്ചാൽ നമുക്ക് ഇത് ഗ്രാമീണ റോഡാണ്. ഈ ഗ്രാമീണ റോഡിൽ 10 ടൺ ഭാരത്തിലുള്ള വണ്ടി മാത്രമേ കയറാൻ പറ്റൂ എന്നുള്ളത് നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെൻറ് ഓർഡർ തന്നെയാണ്. പക്ഷേ ഇപ്പം വന്നിരിക്കുന്ന വണ്ടി എന്ന് പറയുന്നത് ഇത് ഏകദേശം ലോഡ് ഉൾപ്പെടെയാണ് വണ്ടി മറിഞ്ഞിരിക്കുന്നത്. ഏകദേശം 36 ടൺ എന്നാണ് പറയുന്നത്. വെച്ചാൽ നമ്മളെ ഒരു മെമ്പറിനെ സംബന്ധിച്ച് ഉള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്കൊരു ഫണ്ട് വയ്ക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം AE ആണ് നോക്കുന്നത്. AE ഇവിടെ സ്ഥലത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫണ്ട് എന്ന് പറയുന്നത് വെച്ചാൽ ഹാപ്പിനെസ് പാർക്ക് എന്നുള്ളതാണ് നമ്മുടെ ഫണ്ട്. അല്ലാതെ കുളത്തിൻ്റെ നവീകരണമോ അങ്ങനെ ഒന്നും അല്ല നമ്മുടെ ഫണ്ട്. ഹാപ്പിനെസ് പാർക്ക് ചെയ്യുക എന്നുള്ളതാണ്. 9 സംതിങ് ആണ് നമ്മുടെ ഈ വർക്കിൻ്റെ എസ്റ്റിമേറ്റ്.